നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹ ചരിത്രം തിരുത്തിക്കുറിച്ച് ഗുരുഭവനപുരി. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ച 416 വിവാഹങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ നടന്നത്. റെക്കോർഡ് വിവാഹം നടന്നിട്ടും തിരക്ക് അനുഭവപ്പെടുകയോ ഭക്തർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തില്ല. പുലർച്ചെ 4:10 ഒന്നാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് വിവാഹങ്ങൾ തുടങ്ങിയത്. മംഗളവാദ്യത്തിന്റെ അകമ്പടിയിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശി ആർണവ് മോഹൻകുമാർ പഴയങ്ങാടി സ്വദേശിനി വിദ്യ ആനന്ദ്രാജിന് താലി ചാർത്തി. തുടർന്ന് മറ്റ് 5 മണ്ഡപങ്ങളിലും വിവാഹങ്ങൾ തുടങ്ങി. 8:30 250 വിവാഹങ്ങൾ നടന്നു. 9:30 നിലവിലെ റെക്കോർഡ് മറികടന്നു. 335 വിവാഹങ്ങളാണ് സുഗമമായ രീതിയിൽ നടന്നത്. ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുന്നതിന് മുമ്പായി വിവാഹ തിരക്കൊഴിഞ്ഞു. നട തുറന്ന ശേഷം ഒരു വിവാഹം കൂടി നടന്നു. ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ തിരക്കോ അനുഭവപ്പെടാതെയാണ് ഇത്രയും വിവാഹങ്ങൾ നടന്നത് എന്നതും ചരിത്ര സംഭവമായി. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും ഭക്തരുടെ സഹകരണവുമാണ് ഇതിന് കാരണമെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. ചിങ്ങത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിലെ തിരക്ക് മുൻകൂട്ടി കണ്ട് കൃത്യമായ ആസൂത്രണമാണ് ദേവസ്വം നടത്തിയിരുന്നത്. നഗരസഭയും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും ക്രോഡീകരിച്ച് ദിവസങ്ങളായി ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി 200ഓളം പോലീസുകാരെയാണ് ക്ഷേത്ര നഗരിയിൽ വിന്യസിച്ചിരുന്നത്. മോഷണങ്ങളും അനിഷ്ട സംഭവങ്ങളും തടയുന്നതിനായി മഫ്തി പോലീസിനെയും നിയോഗിച്ചിരുന്നു. നഗരത്തിൽ യാതൊരു തരത്തിലുള്ള ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടില്ല. ദർശനം, ചോറൂൺ, പ്രസാദഊട്ട് എന്നിവയ്ക്ക് തിരക്ക് കുറവായിരുന്നു. ഇത് വിവാഹങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ കാരണമായി. വിവാഹ തിരക്ക് മുൻകൂട്ടി കണ്ട് ഭക്തർ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് ഇതിന് കാരണമെന്നാണ് കരുതുന്നത്. 444 വിവാഹങ്ങളാണ് ഇന്നത്തേക്ക് ഷീട്ടാക്കിയിരുന്നത്. ഇതിൽ 28 എണ്ണം ഒഴിവായി. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജ് ദേശ്മുഖ്, ഗുരുവായൂർ ACP M സുരേന്ദ്രൻ, ടെമ്പിൾ പോലീസ് SHO KG ജയപ്രദീപ്, ദേവസ്വം ചീഫ് സെക്യൂരിറ്റി ഓഫീസർ S സുബ്രഹ്മണി, അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർമാരായ S സുനിൽകുമാർ, KS രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരക്ക് നിയന്ത്രിച്ചത്. അണ്ടത്തോട് പാപ്പാളിയിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. വടക്കേക്കാട് 4-ാം കല്ല് കണ്ടംപള്ളി സ്വദേശി ഒരുക്കുളങ്ങര സുനിയാണ് മരിച്ചത്. 50 കല്യാണാവശ്യാർത്ഥം വന്ന് തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ഉടൻ തന്നെ അകലാട് 3 VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ രാജാശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വടക്കേക്കാട് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം ചാട്ടുകുളത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെ 7:30 അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തുനിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ വന്ന സ്വകാര്യ ബസ്സും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കേറ്റയാളെ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇനി ഓണവിശേഷം. ഓണനിറവിൽ നാട്. വിവിധ കൂട്ടായ്മകൾ, സംഘടനകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ തുടരുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഓണച്ചന്തകളും സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാന കൃഷിവകുപ്പിന്റെയും ചാവക്കാട് നഗരസഭ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണച്ചന്ത 2026 തുടക്കമായി. ഓഗസ്റ്റ് 22 മുതൽ 25 ചൊവ്വാഴ്ച വരെ 4 ദിവസങ്ങളിലാണ് വിപണി പ്രവർത്തിക്കുക. നഗരസഭാ ചെയർമാൻ AH അക്ബർ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് ADA സബീന പരീദ് ചടങ്ങിൽ പദ്ധതി വിശദീകരണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P യതീന്ദ്രദാസ്, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രഞ്ജിത് കുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രസന്ന ദിവേ, ചാവക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ബാസ് മാലിക്കുളം, കൃഷി ഫീൽഡ് ഓഫീസർ S ശശീന്ദ്ര എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് MP സജീബ് നിർവഹിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വിജിത മജ്നു അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് ആദ്യ വിൽപ്പന നിർവഹിച്ചു.
സെക്രട്ടറി കെ രാധാകൃഷ്ണൻ, CDS വൈസ് ചെയർപേഴ്സൺ KR രജിത, അസിസ്റ്റന്റ് സെക്രട്ടറി CO ആൻഡോ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, CDS ഭാരവാഹികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പഴം, പച്ചക്കറി എന്നിവയ്ക്കൊപ്പം വിവിധ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെയും വസ്ത്രങ്ങളുടെയും വിപണിയാണ് ചന്തയിൽ ഒരുക്കിയിട്ടുള്ളത്. അക്കിക്കാവ് TMVHS സ്കൂൾ 1986 ബാച്ചിലെ പൂർവ്വകാല വിദ്യാർത്ഥി കൂട്ടായ്മയായ TMHS 86ന്റെ കുടുംബസംഗമവും ഓണാഘോഷവും നടന്നു. അക്കിക്കാവ് ആൽത്തറ അരേകത്ത് വിനോദിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ഗ്രൂപ്പ് പ്രസിഡന്റ് സുരേഷ് തിപ്പലശ്ശേരി, സെക്രട്ടറി സേതുമാധവ പണിക്കർ, ട്രഷറർ കല്ലായി ഉമ്മർ എന്നിവർ സംസാരിച്ചു. ഗ്രൂപ്പിലെ അംഗങ്ങളുടെ കരോക്കെ ഗാനാലാപനവും തിരുവാതിരക്കളിയും ഗ്രൂപ്പ് അംഗങ്ങൾ ചേർന്നൊരുക്കിയ ഓണസദ്യയുമുണ്ടായിരുന്നു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷി വകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന ഓണസമൃദ്ധി കർഷക ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ തമ്പി K ജോബ്, രേഖ ജയരാമൻ, P പ്രവീൺകുമാർ, കർഷക പ്രതിനിധി അഷ്റഫ് TK, പഞ്ചായത്ത് സെക്രട്ടറി മൈമൂനത്ത് എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ സുഷ്ന സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രജിത നന്ദിയും പറഞ്ഞു. മൂലം നാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലൊരുക്കിയ വേണുനാദം പൊഴിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ആകർഷകമായി. 12 അടി നീളത്തിലും 8 അടി വീതിയിലുമായി ദീർഘചതുരാകൃതിയിൽ ഒരുക്കിയ പൂക്കളത്തിലാണ് ഓടക്കുഴലേന്തിയ കണ്ണന്റെ മനോഹര രൂപം ആവിഷ്കരിച്ചിരിക്കുന്നത്. താമരപ്പൂവിന് മുകളിൽ നിന്നാണ് ഉണ്ണിക്കണ്ണൻ മുരളിയൂതുന്നത്. പൂക്കളാൽ തീർത്ത കൃഷ്ണന്റെ ആഭരണങ്ങളും കിരീടവും മാലകളും ഓടക്കുഴലും രൂപത്തിന് കൂടുതൽ മിഴിവേകി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ദീപസ്തംഭത്തിനരികിലാണ് ഇത്തവണ പൂക്കളം ഒരുക്കിയിരുന്നത്. ക്ഷേത്രസന്നിധിയിൽ റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്നതിനാൽ ഭക്തരുടെയും വിവാഹ സംഘങ്ങളുടെയും സഞ്ചാരത്തിന് തടസ്സമുണ്ടാകാതിരിക്കാനാണ് പൂക്കളം ദീപസ്തംഭത്തിനരികിലേക്ക് മാറ്റിയത്. തിരക്കിനിടയിലും പൂക്കളത്തിന്റെ ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനും കഴിയുന്ന തരത്തിലായിരുന്നു ക്രമീകരണം ഏർപ്പെടുത്തിയത്. നെല്ലുവായ് ശ്രീധന്വന്തപുരി ക്ഷേത്രത്തിൽ കേരള പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ IPS, തൃശൂർ ജില്ലാ പോലീസ് മേധാവി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPS എന്നിവർ ദർശനം നടത്തി. ദേവസ്വം ഓഫീസർ G ശ്രീരാജ് ഇരുവരെയും സ്വീകരിച്ചു. ഭഗവാനെ തൊഴുതതിനുശേഷം മുക്കിടി ഔഷധം സേവിച്ചു. ധന്വന്തരി ഛായാചിത്രം ദേവസ്വം ഓഫീസർ ഇരുവർക്കും സമ്മാനിച്ചു. ബസ് യാത്രക്കിടയിൽ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് യുവതിയെ ആശുപത്രിയിലെത്തിച്ച് KSRTC ജീവനക്കാർ. പെരിന്തൽമണ്ണ ചെറുകര സ്വദേശിനിയായ 22 വയസ്സുകാരിക്കാണ് യാത്രക്കിടയിൽ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. തൃശൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് പാറേമ്പാടം എത്തിയപ്പോഴാണ് യുവതി ബസ്സിൽ കുഴഞ്ഞു വീണത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം നടന്നത്. ഉടനെ യുവതിയെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ബസ്സിൽ തനിച്ച് യാത്ര ചെയ്യുകയായിരുന്ന യുവതിയുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചതായി ആശുപത്രി അധികൃതരും ബസ്സിലെ ജീവനക്കാരും പറഞ്ഞു. ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന് കൊടിയേറ്റി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും കാലം ചെയ്ത പത്രോസ് മോർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്തയുടെ 4ാമത് ശ്രാദ്ധവും ആചരിച്ചു. തുടർന്ന് വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ പെരുന്നാൾ കൊടി ആശീർവദിച്ച് ഇടവക ട്രസ്റ്റി, സെക്രട്ടറി എന്നിവർക്ക് കൈമാറി. മദ്ബഹ ശുശ്രൂഷകർ അകമ്പടിയായി. കൊടിമരത്തിനടുത്തെത്തിയപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശേഷം വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ പെരുന്നാൾ കൊടിയേറ്റം നടത്തി. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് ദൈവമാതാവിന്റെ മധ്യസ്ഥത യാചിച്ചുള്ള 8 നോമ്പാചരണം നടക്കുന്നത്. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഗാനശുശ്രൂഷ, 44ാമത് 8 നോമ്പ് സുവിശേഷ മഹായോഗം, 5-ാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാട് നടക്കും. 7-ാം തീയതി രാത്രി 7 മണിക്ക് പ്രസിദ്ധവും ഭക്തി നിർഭരവുമായ 8 നോമ്പ് റാസ, ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറോ വണക്കം, അത്താഴ സദ്യ എന്നിവയും നടക്കും. സമാപന ദിവസം 8-ന് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, നേർച്ചസദ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും. പെരുന്നാൾ കൊടിയേറ്റത്തിന് പള്ളി വികാരി ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ സെമിനാർ സംഘടിപ്പിച്ചു. മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന സെമിനാർ ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ PF ശ്രീജ അധ്യക്ഷത വഹിച്ചു. DEO ഉൾപ്പെടെ 14 വിരമിച്ച അധ്യാപകർക്കും 10, 15, 20, 25 വർഷം സേവനം അനുഷ്ഠിച്ചവരെയും അവാർഡ് നൽകി ആദരിച്ചു. ഹിമാലയ വുഡ് ബാഡ്ജ് അർഹരായ 2 പേർക്കും CM ഷീൽഡ് ജേതാക്കൾ ലീഡർ ട്രെയിനർ അർഹരായ അനിത C മാത്യു, PF റീജ, സംസ്ഥാനതലത്തിൽ പഞ്ചഗുസ്തിയിൽ 1ാം സ്ഥാനം ലഭിച്ച TJ പ്രിൻസി,
നാഷണൽ ജാംപുരി അവാർഡ്, രാജപുരസ്കാർ അവാർഡ് ജേതാക്കൾ എന്നിവരെയും അനുമോദിച്ചു. സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ ജെ.കെ. ഗിരീഷ് സെമിനാർ അവതരണം നടത്തി. ചാവക്കാട് ജില്ലാ സെക്രട്ടറി ടി.യു. ജെയ്സൺ, ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ അനിത സി. മാത്യു, ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ ജോസ് സി. പോന്നോർ, സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള നവമണലൂർ വികസന പദ്ധതിയുടെ ഭാഗമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നവമ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 22, 23, 24 തീയതികളിൽ മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുനമുച്ചി ഗ്രാമീണ വായനശാലയും സംയുക്തമായി നവമ സാഹിത്യോത്സവം സംഘടിപ്പിച്ചത്. കുനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ നടന്ന സാഹിത്യോത്സവം കവി കരീം അരിയന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് CK സുദീപ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ VK ദാസൻ, VV തിലകൻ, നിവ്യ റനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, കുനമുച്ചി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ജോമി ജോൺസൺ എന്നിവർ സംസാരിച്ചു. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വിവിധ രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ തൽസ്ഥിതി നിലനിർത്താൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ MP-മാർ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുകയും ബന്ധപ്പെട്ടവരിൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയും വേണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. കേരളത്തിലും പ്രത്യേകിച്ച് മലബാറിലും തീവണ്ടി യാത്രക്കാരുടെ ദുരിതം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ജനപ്രതിനിധികളെയും യാത്രാ സംഘടനകളെയും പങ്കെടുപ്പിച്ച് എറണാകുളത്തോ തൃശൂരിലോ അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്ന് ദേശീയ വർക്കിംഗ് ചെയർമാൻ ഷെവ്ലിയാർ CE ചാക്കുണ്ണിയും കേരള ഘടകം ചെയർമാൻ A. ശിവശങ്കരനും ആവശ്യപ്പെട്ടു. യാത്രാക്ലേശങ്ങൾ പരിഹരിക്കുന്നതിനും പാലക്കാട് ഡിവിഷൻ തൽസ്ഥിതിയിൽ തുടരുന്നതിനും യോഗത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും അവർ പറഞ്ഞു. ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടിച്ചു വീഴുന്ന മാതിരിയാണ് നമ്മൾ പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്ന വാർത്ത അറിഞ്ഞത്. ആദ്യമായല്ല പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്നത്. സേലം ഡിവിഷൻ രൂപീകരിച്ചത് 600ഓളം കിലോമീറ്റർ പാലക്കാട് ഡിവിഷന് അടർത്തിയെടുത്താണ്. 600 കിലോമീറ്റർ ദൈർഘ്യം ഒരു ഡിവിഷന് വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് പാലക്കാട് ഡിവിഷൻ കൂടി പോവുകയാണെങ്കിലും വരുമാനം ഏറ്റവും ഡിവിഷൻ പോവുകയാണെങ്കിലും. കുറച്ചുകാലമായി തിരുവനന്തപുരം ഡിവിഷനിലെ നാഗർകോവിൽ മേഖലയെ മധുര ഡിവിഷനിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കേരളം സത്വര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് റെയിൽവേ ഡിവിഷൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകുമെന്നും അവർ ആശങ്ക പ്രകടിപ്പിച്ചു. പാലക്കാട് ഡിവിഷൻ വിഭജിക്കപ്പെട്ടാൽ അർഹരായ അടിയന്തര യാത്രക്കാർക്ക് എമർജൻസി കോട്ട ലഭിക്കുന്നതിനായി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനെ ആശ്രയിക്കേണ്ടിവരും. നേരത്തെ പാലക്കാട് ഡിവിഷനിൽ നിന്നും ഏകദേശം 600 കിലോമീറ്റർ റെയിൽപാത അടർത്തിയെടുത്താണ് സേലം ഡിവിഷൻ രൂപീകരിച്ചതെന്നും സംഘടനാ ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം കേരളത്തിലെ റെയിൽവേ വികസനത്തെയും യാത്രാ സൗകര്യങ്ങളെയും തകർക്കുന്ന തീരുമാനമാണെന്ന് K. രാധാകൃഷ്ണൻ MP. പാലക്കാട് ഡിവിഷന്റെ ജീവനാഡിയായ മംഗലാപുരം മേഖലയെ വെട്ടിമാറ്റി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷന് നൽകാനുള്ള കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ തികച്ചും അന്യായമായ വിജ്ഞാപനം അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചതായും K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. ഒക്ടോബർ 1 മുതൽ നിലവിൽ വരുന്ന ഈ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കാനും പാലക്കാട് ഡിവിഷന്റെ പൂർണ്ണരൂപം നിലനിർത്താനും കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും MP പറഞ്ഞു. പുന്നയൂർകുളം കുന്നത്തൂരിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുകിലപ്പീടികയിൽ ഷക്കീർ ഷമി ദമ്പതികളുടെ മകൻ 20 വയസ്സുള്ള മുഹമ്മദ് റിഫാനാണ് തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് യുവാവിനെ വീട്ടിലെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. റിസാന, മുഹമ്മദ് റിഹാൻ എന്നിവർ സഹോദരങ്ങളാണ്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 3 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പിന് തുടക്കമായി. കുന്നംകുളം SI KS സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജൂനിയർ പ്രിൻസിപ്പൽ KR രവ്യ, ഡ്രിൽ ഇൻസ്ട്രക്ടർ വിനീഷ ഉണ്ണികൃഷ്ണൻ, CPO ആനന്ദ് ഹിരൺ, അനീറ്റ ബിനു എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമായ MK ഷഹരിയാർ കഥയും സംവിധാനവും നിർവഹിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്ന ലഹരിക്കെതിരെയുള്ള ലഘു ചിത്രീകരണവും പ്രദർശിപ്പിച്ചു. ത്രിദിന ക്യാമ്പിന്റെ ഭാഗമായി വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ, പരിശീലന സെഷനുകൾ, ശില്പശാലകൾ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ന്യൂസ്.